കയറിയപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. 5 അവർ എന്ന് പറഞ്ഞ കാര്യം സത്യസന്ധമാണോ ബ്രോ? ആക്ച്വലി ആ ഒരു കാര്യം എന്താ പറയാ, ഇതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. കാരണം ഒരു 10 സ്ക്രീൻഷോട്ട് എങ്കിലും അയക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കുറെ. അല്ലെങ്കിൽ നമ്മൾ പറ്റൂലെങ്കിൽ പോലും അത് അത്രയും ചെയ്ത് വരുമ്പോഴത്തേക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ബ്രോന് തോന്നുന്നുണ്ടോ 1:10 ഒക്കെ ഇത്ര വലിയ സംഭവമാണെന്ന്? TMC കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു കയറ്റാൻ പറ്റും. ഹലോ, ഹായ് അബീബി, എന്തൊക്കെ വിശേഷം? സുഖം. ഓക്കേ. പിന്നെ എവിടെയുണ്ട്? നാട്ടിൽ തന്നെ. തന്നെയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ കോഴ്സ്? TMC സ്ട്രാറ്റജി എങ്ങനെ വർക്കിംഗ് ആണോ ബ്രോ? സ്ട്രാറ്റജി വർക്കിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് XSD കറക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ. ബാക്കി GBPUSDയിലും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. USD JPY ഓക്കെയാണ്. ബാക്കിയുള്ളതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അത് എൻട്രിയിൽ ഷുവർ ഷോട്ട് എൻട്രി നോക്കണം എപ്പോഴും കേട്ടോ. ദെൻ ബ്രോ ആസ് എ ബിഗിനർ ആയിട്ടാണോ വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ബിഗിനർ ആയിട്ടല്ല, ഇന്റർമീഡിയറ്റ് ആയിരുന്നു. എത്ര കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ ബ്രോ? ഇതിനു മുമ്പ് കോഴ്സ് ഞാൻ ഫുൾ ആയിട്ട് എടുത്തില്ലായിരുന്നു. കോഴ്സ് പാരന്റ് ചെറുതായിട്ട് എടുത്തുള്ളൂ. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നേരത്തെ എനിക്ക് അറിയായിരുന്നു. റീസോഴ്സിൽ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. കൃത്യമായിട്ട് ഗൈഡൻസ് കിട്ടിയല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ട്രൂസൻസിന്റെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പിന്നെ ഭയങ്കര സിമ്പിൾ ആണ് കോഴ്സ് എന്നുള്ളത്. ബ്രോന്റെ അഭിപ്രായം എന്താ? സിമ്പിൾ ആണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് എന്താ പറയാ, 1-2 ചെറിയ പോയിന്റുകളുണ്ട്. അത് നെഗറ്റീവ് ആണെന്ന് ഫുള്ള് പറയാൻ പറ്റത്തില്ല, ഒരു തെറ്റായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, ഇതിന്റെ കൂടെ തന്നെ എനിക്കൊരു കോഴ്സ് കൂടുതൽ എടുത്തിട്ടുള്ളതല്ല, ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ തപ്പിയിടുന്ന കൂട്ടത്തില് ഈ കുറെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് കുറഞ്ഞ ഇതേപോലെ കിട്ടിയതാണ്. ഫ്രീ SLC കോഴ്സാണ്. അപ്പം അതിപ്പോഴുണ്ട്. അതിന്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞായിരുന്നു. അത് പഠിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എന്താ പറയാ, സിമ്പിൾ ആയിട്ടും കുറച്ചുകൂടെ ആഴത്തിലാണ് മനസ്സിലാക്കി തരുന്നത്. അത് പുള്ളിയുടെ ഒരു ഇതാണ്, കഴിവും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ലെവലിലേക്ക് എനിക്ക് എന്താ പറയാ, കുറ്റം പറയണല്ല ഒരിക്കലും, എന്താ പറയാ, കിട്ടിയില്ല കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഗുഡ്. അതുപോലെ തന്നെ 5 അവേഴ്സിനെ കൊണ്ട് 5 അവേഴ്സ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. 5 മണിക്കൂറാണ് നമ്മളെ ടോട്ടൽ വീഡിയോ ലെങ്ത് വരുന്നത്. യൂസ്ഫുൾ ആണോ ബ്രോ? അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി അല്ലേ? അല്ല, അതാ 5 അവർ എന്ന് പറഞ്ഞ കാര്യം സത്യസന്ധമാണോ ബ്രോ? അത് സത്യസന്ധമാണ്. അല്ല, അതൊരിക്കലും 5 മണിക്കൂറിന്റെ ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയാം. ഇല്ല, നമ്മളതാ പറയുന്നത്, നമ്മുടെ വീഡിയോസ് 5 മണിക്കൂറേ ഉള്ളൂ. അത് നമ്മൾ എന്താണോ പഠിച്ചത് അതാണ് പഠിപ്പിക്കുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ബ്രോ, നമുക്ക് സൂം മീറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ നമ്മളെ മെന്ററിന്റെ കയ്യിൽ നിന്ന്? കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? ഒന്ന് അഭിപ്രായം പറഞ്ഞേ. ഓവറോൾ ഞാൻ കുറച്ച് ഇംപ്രസ് ആയത് ആ ഒരു കാര്യത്തിലായിരുന്നു. കാരണം ഈ എന്താ പറയാ, പ്രീ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് കയറിയപ്പോഴേക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മെന്റർ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്ക് കുറച്ച് കയറി വരാൻ പറ്റത്തില്ല. അതായത് എനിക്ക് വേണ്ട ഒരു കാര്യം. അപ്പം ഇവിടെയാണ് ശരിക്കും എനിക്ക് പറഞ്ഞ ഒരു പ്ലസ് പോയിന്റ് കിട്ടിയത് ഒരു കാര്യത്തിൽ. ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് പ്രീ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഇതിലായിരുന്നു. പൊളിയാണോ ക്ലാസ്? എങ്ങനെയുണ്ട് സൂം മീറ്റിംഗ് ലൈവ് ക്ലാസ്? സൈക്കോളജി കാര്യങ്ങളൊക്കെ കവർ ചെയ്തോ? സൈക്കോളജി ഇല്ല, ഫസ്റ്റ് ക്ലാസ് വരും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടാണോ ലൈവ് ക്ലാസ് കിട്ടിയതല്ല ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്തിരിക്കേണ്ടി വന്നോ? ഇൻഡിവിജ്വൽ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഒരു ക്ലാസ് മാത്രം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. നമുക്ക് പേഴ്സണലി വരുന്ന കാര്യങ്ങൾ ഇൻഡിവിജ്വലി ഉണ്ടായിരുന്നു. ഓക്കെ. കാരണം വെച്ചാൽ ബാക്കി ഒരുപാട് സ്ഥലത്ത് കോഴ്സ് എടുത്തിട്ട് വന്നവരെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു 30 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു ബാച്ചിലായിരുന്നു. ആ ഒരു ഗതികേട് ട്രൂസൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബ്രോ. പിന്നെ അതുപോലെ തന്നെ ബ്രോന്റെ ഡൗട്ട്സ് ഒക്കെ ഇൻഡിവിജ്വലി ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതില്? എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നല്ലേ മെന്റർ? പിന്നെ അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിന്റെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് യൂസ്ഫുൾ ആയിരുന്നോ ബ്രോന്? അത് യൂസ്ഫുൾ ആയിരുന്നു മൊത്തത്തില്. വെരി ഗുഡ്. അതുപോലെ തന്നെ മൊത്തത്തിൽ പറഞ്ഞ സൂം മീറ്റിന്റെ ആ ഒരു സെഷൻ വാല്യുബിൾ ആണെന്ന് ബ്രോന് തോന്നുന്നുണ്ടോ? ആ ഒരു കാര്യം എന്താ പറയാ, ഇതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. കാരണം ഒരു 10 സ്ക്രീൻഷോട്ട് എങ്കിലും അയക്കണമെന്ന് പറയുമ്പോഴത്തേക്ക്
കുറച്ചുകൂടെ മനസ്സിലാവും കുറെ. അല്ലെങ്കിൽ നമ്മൾ പറ്റൂലെങ്കിൽ പോലും അത് അത്രയും ചെയ്ത് വരുമ്പോഴത്തേക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. നമ്മൾ ആ ഒരു ബാക്ക് ടെസ്റ്റ് അയക്കാൻ വേണ്ടി പറയുന്നല്ലോ, സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അത് യൂസ്ഫുൾ അല്ലേ? അതെ അതെ തീർച്ചയായും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ബ്രോന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ബ്രോ ഇപ്പോ ഫോറക്സ് ട്രേഡിംഗില് കോൺഫിഡന്റ് ആണോ? അതെ തീർച്ചയായും. ഇതുവരെ ഉണ്ടായ ലോസ് റിക്കവർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും തോന്നുന്നുണ്ടോ ബ്രോന്? തീർച്ചയായും. മാനുവലി ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കി എടുക്കാൻ വേണ്ടി പറ്റും തോന്നുന്നുണ്ടോ ബ്രോന്? ഫീലിംഗ് പ്രൗഡ് ഓഫ് യു. പിന്നെ അത് നിങ്ങൾ കഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ. നമ്മളൊക്കെ വഴി പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് ആണോ സൂം മീറ്റിംഗ് ആണോ ബ്രോന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും വാല്യുബിൾ ആയിട്ടും തോന്നിയത്? ആക്ച്വലി എനിക്ക് പ്രീ റെക്കോർഡ് ക്ലാസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. അതായത് നമുക്ക് എന്താ പറയാ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ. പെട്ടെന്ന് ചിലപ്പോൾ എന്താ പറയുക വിട്ടുപോണ കുറെ കാര്യങ്ങളാണ് ഈ ലൈവ് ക്ലാസ് ആണെങ്കിൽ. അത് നമുക്ക് പ്രീ റെക്കോർഡ് ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ നമ്മളെ അടുത്ത് വരുത്തേണ്ട എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ബ്രോന്റെ ഭാഗത്ത് നിന്നുള്ള സജഷൻസ്? കാരണം നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ. ഇതിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മാറ്റിയത് ഇത്രയാണ് പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ ട്രൂ സെൻസിന്റെ സപ്പോർട്ട് എന്നുണ്ട് ബ്രോ. ഇവൻ ഞാനായാലും നമ്മുടെ മെന്റേഴ്സ് ആയാലും ഒക്കെ ജാട കൊടുത്തുണ്ടോ, എയർ കൊടുത്തുണ്ടോ? ഓക്കെ. എന്തും പറയാനുള്ള ഒരു റൂമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ജാട പട്ടിഷോ കാര്യങ്ങള് അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കൂളല്ലേ? അത്രേ ഉള്ളൂ. ഒരുമിച്ച് പൊളിച്ച് മുന്നോട്ട് പോവാം, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബ്രോ, ഇനി പുതിയതായിട്ട് നമുക്കൊരു ഫോറക്സ് ട്രേഡിംഗ്, ട്രൂസെൻസിന്റെ എന്നല്ല, ഫോറക്സ് ട്രേഡിങ്ങിന്റെ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരടുത്ത് നിങ്ങൾക്ക് ഒരു കോമൺ അഡ്വൈസ് കൊടുക്കാനുള്ള എന്താണ് ബ്രോ? കോമൺ ആയിട്ട് അഡ്വൈസ് കൊടുക്കാനുള്ളത് ഒരു മൈൻഡ് ഗെയിമാണ്. മൈൻഡാണ് അതിന്റെ ഒരു പ്രാധാന്യം. അതിപ്പോ ഏത് മേഖല എടുത്താലും, ഒരു ബിസിനസ് ആയാലും, ഇത് അതിന്റെ ബിസിനസ് ആണ്. അപ്പം ഏത് മേഖല എടുത്താലും മൈൻഡ്, ആ ഒരൊറ്റ കാര്യം വേണം. പിന്നെ ഫോക്കസ്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണം. അതുപോലെ തന്നെ മിക്ക ആൾക്കാരും ഒരു കോഴ്സ്, ഇപ്പം ട്രൂസെൻസിന്റെ കോഴ്സ് തന്നെ വാല്യൂ ഫോർ മണി അല്ലേ ബ്രോ, ബ്രോന്റെ അഭിപ്രായത്തിൽ? അപ്പോ അത് തന്നെ ചില ആൾക്കാർക്ക് അയ്യോ ഇത്രപാട് പൈസ ഉണ്ടോ, അവരടുത്ത് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ 10,000 രൂപ ഉണ്ടോ എന്നൊക്കെ പറയും. സോ ഒരു കോഴ്സിന് നമുക്കൊരു പൈസ വെച്ചിട്ട് അളക്കാൻ വേണ്ടി പറ്റുമോ? പൈസ വെച്ചിട്ട് അളക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അതിന്റെ വാല്യൂ, പക്ഷേ അതിന്റെ വാല്യൂ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടിയൊരു കോഴ്സ് എന്ന് പറഞ്ഞു, അതിൽ നിന്ന് എനിക്ക് എന്താ പറയാ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു കറക്റ്റ് ഒരു എൻട്രി എക്സിറ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല, അവിടെ നിന്ന് കിട്ടില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഇപ്പം പൈസ എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. തീർച്ചയായും. അല്ല, ചില ആൾക്കാർ ചോദിക്കും ട്രൂസെൻസിന്റെ ഒക്കെ 50K കാര്യങ്ങളൊക്കെ വരുമ്പോ അയ്യോ നമുക്ക് ഇത്രയും പാട് പൈസ തന്നു. നമുക്ക് ആ ഒരു പൈസ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ബ്രോ? പറ, ഞാൻ പറയുന്നില്ല. 50K അല്ല, ആക്ച്വലി എന്താ പറയാ 1 lakh എബോവെങ്കിലും ഇതിന് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് എന്റെ ഒരു എന്താ പറയാ ഞാൻ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയത്. കാരണം ഇന്ത്യക്ക് പുറത്തുള്ള ഒരു യൂട്യൂബർ, പുള്ളിയുടെ കോഴ്സ് ഫ്രീ ആയിട്ടാണ് എന്താ പറയാ യൂട്യൂബിലൂടെ സെല് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പം പെയ്ഡ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ വേറെ ഫ്രണ്ട് പറഞ്ഞ് അറിഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അത് 15 ലക്ഷം രൂപയായിരുന്നു ആ ഒരു കോഴ്സിന്. അത് പുള്ളിക്കാരൻ തന്നെ ആക്ച്വലി ഒരു വർഷം മുമ്പ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ. ഒരു കോഴ്സിന് ഒരിക്കലും വില എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രൈസ് എന്തായാലും കൂടും. തീർച്ചയായും. അതിന്റെ വാല്യൂ അനുസരിച്ചിരിക്കും. അപ്പൊ 1 lakh കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാലും TMC എന്ന് പറഞ്ഞ സാധനം വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ ബ്രോൺ ഫീൽ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ എന്തായാലും നമുക്ക് ഇത്രയേ ഉള്ളൂ സെഷൻ ബ്രോ. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എത്രത്തോളം നിങ്ങൾക്ക്, കാരണം എൻ്റെ അടുത്ത് ഫസ്റ്റ് സംസാരിച്ച ബ്രോ അല്ല ഇത്. നമ്മൾ ആദ്യത്തെ ദിവസം സംസാരിച്ച ഓർമ്മയുണ്ടോ? കാണു തോന്നുന്നുണ്ടോ ബ്രോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ല അന്ന് ഇതേപോലെ എനിക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം പുതിയൊരു സ്റ്റാർട്ടപ്പ് ആണ്. എന്താ പറയാ അപ്പൊ കയറുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ പണി കിട്ടിയിട്ടുള്ള കാര്യം അങ്ങനെയും കുറച്ചിതുണ്ടായിരുന്നു. എന്താ പറയാ ഒരിക്കലും ഫുള്ളായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ പണി കിട്ടിയുണ്ട്. പക്ഷെ ഇതുവരെയും എനിക്ക് എന്താ പറയാ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തില്ല.
പോസിറ്റീവ് ഫീൽ ആകുന്നുണ്ട്. അതെ. ഓക്കെ ബ്രോ, എന്തായാലും താങ്ക് യു. നമുക്ക് എന്തായാലും ഈ രീതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് തന്നതിനും നന്ദി. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക്സ്. അതുപോലെ തന്നെ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്. പിന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ബ്രോ. കാരണം നിങ്ങൾ ഈ രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, മെന്ററിനെ അയച്ചു കൊടുക്കുക. കാരണം നമ്മൾ ത്രൂ വന്ന നിങ്ങളൊക്കെ ഇത്രയും പ്രോഫിറ്റബിൾ ആകുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമല്ലേ ബ്രോ. നമുക്ക് പൈസ മാത്രമല്ല ഒരു മനുഷ്യന്റെ ഹാപ്പിനെസ്സിന് ആധാരം. സോ നിങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരും എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം എന്നറിയാം. കാരണം ചില ആൾക്കാരൊക്കെ 1:10 RRലൊക്കെ പ്രോഫിറ്റ് അടിച്ച് കയറ്റുന്നുണ്ട് മുന്നേയുള്ള സ്റ്റുഡൻസ് ഒക്കെ. ബ്രോന് തോന്നുന്നുണ്ടോ 1:10 ഒക്കെ ഇത്ര വലിയ സംഭവമാണെന്ന്, TMC കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അടിച്ചു കയറ്റാൻ പറ്റും. TMCയിലൂടെ ആ ഒരു വിശ്വാസമില്ലേ ബ്രോനെ? സിമ്പിൾ ബ്രോ. കാരണം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസും അത് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ ഓരോരുത്തരും ആ രീതിയിലൂടെ ചെയ്യുന്ന സമയത്ത് നമുക്കും ഭയങ്കര ഹാപ്പിയാണ് ബ്രോ. കാരണം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇത്ര ഫുൾ ഓൺ ഫുൾ പവർ ആകുന്ന സമയത്ത് നമുക്ക് ഹാപ്പി അല്ലേ? പിന്നെ എനിക്കൊരു ചോദിക്കുള്ള കാര്യം, എന്താ പറയാ, ഈ ഒരു മെന്റർ സപ്പോർട്ട് ഒരു 1 year കിട്ടും? മെന്റർ സപ്പോർട്ടാ? അതിന് വേറൊരു സാധനം വരുന്നുണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയർ വരുന്നുണ്ട് മെന്റർ സപ്പോർട്ട് പോലെ തന്നെ. അത് പേടിക്കണ്ട. അത് ഈ ഇമോഷണലി ആണ് നിങ്ങൾക്ക് എപ്പോഴും മെന്റർ സപ്പോർട്ട് വേണ്ടി വരിക അല്ലെ? എനിക്ക് അങ്ങനെയല്ല. എന്താ പറയാ, ഞാൻ പറഞ്ഞേ, ഈ പെട്ടെന്ന് ഒരിക്കലും ഒരു തെറ്റ് എന്താ പറയാ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചെയ്തു വരുമ്പോഴത്തേക്ക് ഡൗട്ട്സ് ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരും ബ്രോ. 1 year വരെയൊക്കെ ബ്രോയിലെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാം, ബ്രോന് ക്ലിയർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ സൺഡേ ഒക്കെ ആണ്, ഫാമിലി ആൾക്കും റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതും നമുക്ക് ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഡിലേ വന്ന ബുദ്ധിമുട്ട് വിചാരിക്കരുത് എന്ന് മാത്രമേ എല്ലാവരുടെ അടുത്തും പറയാനുള്ളൂ. അപ്പൊ അല്ലാത്ത പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ നിങ്ങളെ പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലയക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. സോ ഒരു ക്ലബിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ് അല്ലെ? ക്ലബ് പോലെ തന്നെ അല്ലേ ഇവിടെ? ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് സുഹൈൽ ബ്രോ. എന്തായാലും ഗ്രേറ്റ് ഫ്യൂച്ചർ അഹെഡ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോവാ, പൊളിച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ.